എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം 1202 ആണ്ട് ചിങ്ങമാസ ഫലമാണ്. ഈ ചിങ്ങമാസ ഫലത്തിൽ വൃശ്ചികൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വൃശ്ചികൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികൻ രാശിക്കാരുടെ ചിങ്ങമാസത്തെ ഗ്രഹസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ഭാഗ്യസ്ഥാനമായ 9-ൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നു. ശനി 5-ലും, രാഹു 4-ലും, ആദിത്യനും കേതുവും 10-ലും, ശുക്രൻ 11-ലും 12-ലുമായിട്ടൊക്കെ സഞ്ചരിക്കുന്ന ഒരു കാലയളവാണ്. പൊതുവെ വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു മാസമാണ് വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച്. ചിങ്ങമാസം ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതി മൂലം സമ്പത്തും കീർത്തിയും അംഗീകാരവുമെല്ലാം വന്നു ചേരുന്ന സമയമാണ്. കർമ്മപുഷ്ടി, അതായത് തൊഴിൽ രംഗത്തുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. തൊഴിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതായിരിക്കും. വിവാഹം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാനോ വിവാഹം നടക്കാനോ സാധ്യതയുള്ള ഒരു സമയമാണ്. സാമ്പത്തിക നേട്ടങ്ങൾ പല വഴിക്കും ഈ രാശിക്കാർക്ക് വന്ന് ചേരുന്നതാണ്. കൂടാതെ സുഖാനുഭവങ്ങൾ ഉണ്ടാവുന്നതാണ്. ദാമ്പത്യ സുഖം അല്ലാതെയുള്ള പല വഴിക്കുള്ള സുഖസൗകര്യങ്ങൾ അനുഭവിക്കാനും ഗൃഹം, വാഹനം ഇത്യാദി കാര്യങ്ങളൊക്കെ വന്നു ചേരാനും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അറ്റകുറ്റപ്പണി നടത്താനും ഒക്കെ കഴിയുന്ന ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുവിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നത്. എങ്കിലും 5-ലെ രാഹു കുറച്ച് മനക്ലേശങ്ങൾ ഉണ്ടാക്കും എന്നതൊഴിച്ചു കഴിഞ്ഞാൽ പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വൃശ്ചികൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.